സുഗത അത് പടക്കം പൊട്ടിക്കഴിയുമ്പോ പൊട്ടി കമ്പിയിലെ കെട്ടിക്കണ്. മാവിന് ദോഷമാണ്. അതെ, മാലപ്പടക്കത്തുനിന്ന് തുടങ്ങാം. പോയിട്ടോ കത്തിക്ക്. എനിക്ക് പൊട്ടനായിട്ടാ ചെവി അറിയും. ഞാൻ പൊട്ടിക്കും. ചെറുത്തൂര് വെടിക്കെട്ട്, കൊട്ടണശ്ശേരി വെടിക്കെട്ട്, പാലക്കുന്ന് വെടിക്കെട്ട്, ഇതെല്ലാം ആര് പൊട്ടിക്കുന്നത്? എന്റെ സുഹൃത്ത് കൊടക്കൽ രാജീവൻ. വാണ്ട് വെടിവെട്ടിപ്പിക്കുന്ന പോലെ അല്ല ഇത് പൊട്ടണത്. പൊട്ടിയില്ലെങ്കിൽ നിനക്കിട്ട് ഞാൻ പൊട്ടിക്കും. കത്തിക്കണോ? കത്തിക്ക് മണിയുടെ കത്തിച്ചു. കൊച്ചാണ് ചെവി എന്നെ ആടനാരി കൊണ്ടാക്കുന്നു. എങ്ങോട്ടാ പണി? ഇതാണ് എന്റെ കാണിക്കണേ. കെട്ടിയത് പോരാ. പടകത്തിന്റെ അടിയിൽ കൊണ്ട് തീ കൊടുത്തടാ. അത് മതിയോ? കൊണ്ടുപോട്ടിയോ? അതെ, കുട്ടി പറഞ്ഞ പോലെ പൊട്ടുന്ന സാധനം ഒന്നും വേണ്ട. വല്ല പൂക്കുറ്റ മെത്താപ്പ കത്തിക്കും. സത്യ കൊച്ചിന് പേടിയാണ്. കൊച്ചു പേടിച്ച് പൊട്ടിക്കല്ലേ. ഇത് മോളെ ഇത് ഇല്ല, ഇത് ശബ്ദം വരില്ല. ശബ്ദം ഇല്ലാതെ കൊണ്ടാണത്. സുമേഷ് ചേട്ടനൊന്നും പൊട്ടിക്കണ്ട, തന്നെ നിൽക്കാൻ വയ്യ. അതൊക്കെ എന്തായാലും പണിയുണ്ടാവും. അതെ, നിങ്ങളൊക്കെ 4 കാൽമല, ഞാൻ 2 കാലില്ല. ഞാൻ പൊട്ടിക്കാം. കുഞ്ഞിന് പേടിയാ. എനിക്ക് പേടിയാണ് ചെവിട് പൊട്ടിക്കല്ല. പേടിയാണ് ചെവിട് പൊട്ടിക്കോ. പേടിയാണ് ചെവിട് പൊട്ടിക്കോളൂ എല്ലാവരും. ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് കൊണ്ടുപോട്ടില്ല. പൊട്ടിച്ചിട്ട് കൊണ്ടുപോട്ടണം. സത്യ ഗുണ്ട് പൊട്ടിക്കണം. അച്ഛൻ കാണിച്ചാ നൈസായിട്ട് പൊട്ടിക്കണം. അടിച്ചാൽ ഗുണ്ട് ശരിക്കും എങ്ങനെ അങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞ് എങ്ങനെ വന്നിട്ട് പൊട്ടാറാവുന്ന സമയത്ത് ഒറ്റ ബോളിൽ പൊട്ടണം. ഗുണ്ട് ബോളിലോട്ട് ഇത് പതുക്കെ പൊട്ടു. കുഞ്ഞിനെ പേടിപ്പിക്കില്ല. സത്യ അതൊക്കെ പൊട്ടൂന്ന് കുട്ടുള്ളൂ ചിലത്. സത്യം കുഞ്ഞിനെ പേടിക്കാം. ഇതിങ്ങനെ കത്തിച്ച് പേടി തൂറിയാണ്. ഉണ്ണിയേ, അല്ല ഞാൻ ഇവിടെ ആശുപത്രിയിലുള്ളത് ഇല്ല, ഒന്നും ആയില്ല. ആശുപത്രി ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. എപ്പോഴാന്നൊന്നും പറഞ്ഞില്ല ഡോക്ടർ. അന്നിപ്പോ ഡോക്ടർ ഇങ്ങോട്ട് വന്നില്ല. മണ്ട് ഇവിടെ ഉണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും വന്നില്ല. ഇപ്പൊ അജി കുറച്ച് കഴിയുമ്പോഴൊന്നും ഇങ്ങോട്ട് വാ. എനിക്കൊന്ന് പള്ളി പോകണം, വെള്ളിയാഴ്ചല്ലേ. ശരി.
മോനെ ഡോ എന്താ പറ്റിയ എനിക്ക്? അത് ഞാൻ ഇത് വിഷം അടിച്ചത്. വിഷം അടിക്ക്? എന്തെത്താണ് മോനെ ഈ കണ്ട പ്രേമത്തിലും കുലുമാലിലൊക്കെ പോയി പെട്ടിട്ട് വിഷം അടിക്കുക, ഇവിടെ വന്ന് കിടക്കുക. എന്തെത്താ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എടുക്കാതെ? അങ്ങനല്ല, ഫുഡ് വെളിയിൽ പോയി ഫുഡ് കഴിക്കാൻ പോയത് ഫുഡ് പോയിസനാ. ഓ, ഭക്ഷണം വിഷം അടിച്ചതാ? ആ, അത് ബിസുവിന് വന്ന പച്ചക്കറിയിൽ മുഴുവൻ വിഷമാണ് കഴിക്കണേ. എന്നിട്ട് ഇവിടെ വന്ന് കിടക്കുക. എന്നിട്ട് എന്താ കുഴപ്പം? വയറ്റ് നോക്കാം. ഇവിടെ കുത്തിരുന്നത് പകരുവോ? അങ്ങനെയൊന്നും പേടിയൊന്നുമില്ല. അല്ല, എല്ലാത്തിനും പേടിയാണ് ഇപ്പോ. കൊണ്ടുവന്നില്ല ഡോക്ടർ വന്നില്ല. ഡോക്ടർ ആരാന്ന് മനസ്സിലായോ? ഇവിടെ രാഘവേട്ടന്റെ മോയെ. സീതാ സാറാ? ആ, അപ്പൊ സമാധാനായി. എന്ത് സമാധാനമായി? പരിചയമുള്ള ഒരു ഡോക്ടറാണല്ലോ. ആളെ നല്ല ചൂടില്ല. പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ അസുഖമൊന്നും മാറൂല. അസുഖത്തിന് ചികിത്സിച്ചാലേ മാറൂല. പരിചയമുള്ളവരാണ് ചികിത്സിക്കണമെങ്കിൽ ഒരു പരിഗണന ഉണ്ടാവും. എന്ത് പരിഗണന? കാശ് ഫ്രീ ആയിട്ടൊന്നും ചികിത്സിക്കില്ലല്ലോ. കാശ് ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ട് എന്താ പറഞ്ഞു ഡോക്ടർ? ഒന്നും പറഞ്ഞില്ല. ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും ഇങ്ങോട്ട് മാറ്റാന്ന് പറഞ്ഞിരിക്കണ അയച്ചു. അതെ, മാറ്റല്ലേ? നന്നായി. കുറച്ച് കഞ്ഞി കൊടുത്തുണ്ടാക്കി കഴിച്ചോ. വേണ്ട. എന്തെങ്കിലും തിന്ന് മണ്ടോ, ആരോഗ്യം നിൽക്കണ്ടേ? ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്ക്. അവൾക്ക് എന്തെങ്കിലും കൊടുത്താ? അതെ, ഇപ്പൊ വേണ്ട. മണ്ടോതിരി കഴിക്ക്. ഇതിപ്പോ എത്ര ദിവസം നിൽക്കണമെന്നും പറയാൻ പറ്റില്ല. ആ ഗുണ്ട് പൊട്ടിയത് വെച്ച് നോക്കി എനിക്ക് തോന്നുന്നു 1 മാസമെങ്കിലും നിൽക്കണം. അതിന്റെ ശബ്ദം അങ്ങനെയായിരുന്നു. ഇതൊന്ന് മിണ്ടാണ്ട് നിൽക്ക മന്മതായി. നീ എന്തിനപ്പം ഇങ്ങോട്ട് വന്ന്? സൂതാ, ഈ അതിങ്ങോട്ട് വെച്ചോ. ഓള് വിശക്കുമ്പോ തിന്നോളൂ. ഇപ്പൊ കഴിക്കുന്നില്ല, പറയാനല്ലേ പറ്റുള്ളൂ. മോക്ക് കുഴപ്പമില്ല ഉണ്ടോ? പിന്നെ അത് കിടക്കുന്നു വെറുതെ കിടക്കുക. വെറുതെ കിടക്കണം. ഞാൻ വിചാരിച്ചു കൊച്ചിനെ ആശുപത്രിയാണേ, കുട്ടികളെ കൊണ്ടുപോയിരിക്കണം നല്ലത്. എന്തായാലും നിങ്ങൾക്കൊക്കെ സമാധാനമായില്ല സത്യേട്ടനെ കിടത്തിയപ്പോ അല്ലേ? നിങ്ങൾ എന്താണ് അങ്ങനെ വർത്തമാനം പറയണത്? പിന്നെ അങ്ങനെ അല്ലാണ്ട് കണ്ണു കുടിച്ച് പടകം പൊട്ടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതാണ് ആ ഡോക്ടർ അങ്ങനെ വാലൊളകി നിൽക്കണത്. ഈയൊന്നും ഉണ്ടായിരിക്കും. അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ? ഞങ്ങൾക്കൊന്നും അപകടം പറ്റിയില്ലോ. ശ്രദ്ധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് വരാൻ വെച്ചത് വഴിയെ തങ്ങില്ല. അതിനിപ്പോ ആരുടെയും നഞ്ഞത്തൊന്നും കറണ്ടത്. അതിനാണ് ഇതിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ. വേറെ വലുത് എന്തെങ്കിലും സംഭവിച്ച ആള് നഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? എന്തായാലും 5-6 വീട്ടുകാർ വിശ്വമായിട്ട് നിന്നിട്ടില്ലേ? ഇപ്പൊ എപ്പോഴാ ഡോക്ടർ വന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് വാർഡിലേക്ക് മാറ്റണോ പോലെ? വന്നിട്ടാണ് എനിക്കൊന്ന് പോകുന്നത്. വെള്ളിയാഴ്ച പള്ളി പോകണമെങ്കിൽ. അപ്പൊ പിന്നെ ഇവിടെ ആരായിരിക്കുക? ഇവിടെ നിങ്ങൾ ആരെങ്കിലും അത് കുറ്റിരിക്കി കുറച്ചേരോ? ഞാനിരിക്കാം. അയ്യോ, നീ ഇരിക്കണ്ട, ആകെ പ്രശ്നമാവും. ഞാൻ ഇരുന്നോളാം. കാര്യബോധമുള്ള ഒരാൾ ഇരുന്നാ മതി. പോയോ? ലോന് വയറ്റ് നോക്കാണേ. പടക്ക കമ്പനി മൊത്തം ഉണ്ടല്ലോ. ഇനി വല്ലതുണ്ടോ ബാക്കി പൊട്ടിക്കാൻ? ഇനി 2 ബോക്സ് കമ്പി മത്താപ്പും 1 പൂക്കുറ്റിയും ഉണ്ട്. പൂക്കുറ്റി ആയിരുന്നെന്നുള്ളത് ഞാൻ അറിഞ്ഞു. വിഷുവിനെ നല്ല പൂക്കുറ്റി ആയിരുന്നു അല്ലേ? കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചോ? എടാ, നിങ്ങൾക്കൊക്കെ നാണമാവില്ലേടോ? ഒരാഘോഷം കൊണ്ട് വരാൻ കാത്തിരിക്കുകയാണോ അടിച്ചങ്ങോട്ട് കയറ്റാൻ? ഇപ്പൊ ഈ ഒരു കുടുംബത്തിന് ഈ ഒരു കാലത്തിൽ അധികം സമാധാനമായല്ലോ അല്ലേ? പറഞ്ഞു കൊടുക്കും സാറേ. അങ്ങനെ എന്ത് പറഞ്ഞു കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നില്ല എന്റെ കൂട്ടത്തിൽ. പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞു. ഞാൻ കഴിക്കല്ലേ, ഞാൻ ടച്ചപ്പ് മാത്രമേ ഉള്ളൂ. മതിയല്ലോ, എന്തിനധികം ടച്ചപ്പ് ഉണ്ട്. ഏട്ടന് എങ്ങനെയുണ്ട് ഡോക്ടറെ? കാര്യങ്ങളൊക്കെ ഇത്തിരി കഷ്ടത്തിലാണ് കണ്ടു. ഇയാൾക്ക് കൺസ്ട്രക്ഷൻ വർക്കാന്നല്ലേ പറഞ്ഞേ? അല്ലേ? ഞാൻ വർക്കിന് പോകേണ്ട കാര്യമൊക്കെ ഇത്തിരി കഷ്ടമാണ്. ഇയാളുടെ ഈ വലത് കൈപ്പത്തി മൊത്തം തകർന്നിരിക്കുക, എല്ലൊക്കെ നുറുങ്ങിപ്പോയിരിക്കുക കേട്ടോ. അതുപോലെ ഞരമ്പൊന്നും ഇനി ശരിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല. പിന്നെ ഈ വലത് കണ്ണ് അത് നഷ്ടപ്പെടും. അത് ശരിയാക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ? ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കൂടി ചെയ്തു കഴിഞ്ഞല്ലോ. പടക്ക കമ്പനിയൊക്കെ കൂടി ചെയ്തു കഴിഞ്ഞല്ലോ. ഇനി പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല. ആ കോലത്തിൽ അവിടെ എത്തിച്ചത്. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ പരമാവധി നോക്കുന്നുണ്ട്. എൻ്റെ അയൽവാസി കൂടിയാണല്ലോ. എന്നാൽ ശരി കേട്ടോ, ഞാൻ ബാക്കി വിവരങ്ങളൊക്കെ തരാം. ഇങ്ങോട്ട് മാറ്റൂലേ? എന്താ? ഇങ്ങോട്ട് മാറ്റൂലേ? അതായിട്ടില്ല, അത് കുറച്ച് സമയം എടുക്കും. മറിമായം